കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം. അതിനുശേഷം ഈ ഒക്ടോബറിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇസ്രായേൽ ലെബനോൻ യുദ്ധം. അതായത് അധിനിവേശം നടത്തുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് രക്തത്തിലലിഞ്ഞ ഒരു ചിന്താഗതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഫലസ്തീന് ഇസ്രായേലിനെതിരെ ഉണ്ടായിരുന്ന ആ ഒരു ആക്രമണം, ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കയറിക്കൊണ്ട് ഡ്രോൺ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീൻ്റെ ഹമാസ് എന്ന് പറയുന്ന പോലാടി സംഘടന നടത്തിയ ആക്രമണത്തെ അത് തുടക്കം കുറിച്ചതാണ് എന്ന് പറഞ്ഞ ആളുകളൊന്നും ഇപ്പോൾ ലെബനോൻ വിഷയത്തിൽ ഇസ്രായേൽ തുടക്കം കുറിച്ചതാണ് എന്ന് പറയുന്ന വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പേജർ ആക്രമണത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നു തള്ളിയത്. ആ പേജർ എന്ന് പറയുന്ന വാർത്താവിനിമയ മാധ്യമങ്ങൾ പോലും ഒരു യുദ്ധ ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം. അത് എത്രത്തോളം ഗൗരവകരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം പോക്കറ്റിലുള്ള മൊബൈൽ ഫോണുകൾ, നമുക്ക് അത്യാവശ്യം കോളുകളോ മെസ്സേജ് മറ്റ് അർജന്റ് കോളുകളോ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള സാധാരണ കൊച്ചുകുട്ടികളും മറ്റുള്ള ആളുകളും ബന്ധപ്പെട്ട ആളുകളൊക്കെ, നമ്മുടെ ഉമ്മയിലെ കൊച്ചുകുട്ടികളൊക്കെ നമുക്ക് ആ ഫോൺ എടുത്ത് കൊണ്ടുതരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത്തരം അവസ്ഥ പേജറിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പേജറിൻ്റെ വാർത്താവിനിമയ സമയത്ത് ഒരു പെൺകുഞ്ഞ് ആ പേജറുമായി വരുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്ന വളരെ ഒരു ദയനീയമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പത്രമാധ്യമങ്ങളിൽ എഡിറ്റോറിയൽ വരികയുണ്ടായി. അത്തരത്തിൽ നമ്മളെ മക്കൾ നാളെ ഒരു മൊബൈൽ ഫോണ് നമുക്ക് കൊണ്ടുതരുന്ന സമയത്ത് ആ മൊബൈൽ ഫോൺ ഇത്തരം സ്ഫോടനത്തിൽ ചില ആളുകൾ വർഷങ്ങളായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അത്തരം ഫോണുകൾ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ എത്രത്തോളം പ്രയാസകരമാക്കും. അതിനേക്കാൾ ഭയാനകരമായ ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ലെബനോനിൽ ഏകദേശം 2000 ആളുകൾ ഇപ്പോൾ ഈ പേജർ സ്ഫോടനവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനുൾപ്പെടെ വെറും ഒരാഴ്ച കൊണ്ട് 2000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. എത്ര വലിയ രക്തദാഹികളാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ ഇസ്രായേൽ, സിറിയ, ഫലസ്തീന്, ഇറാന്, അതേപോലെ യമൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്ത് സമാധാന സേന, ഐക്യരാഷ്ട്രസഭ, UN എന്നൊക്കെ പറയുന്നത് വെറും പേരിന് മാത്രം ഒരു ഷണ്ടന്മാരായ കുറച്ച് ആളുകളുടെ ഒരു സംഘമാണ് അത് എന്ന് തെളിയിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കാല സംഭവങ്ങൾ, ലെബനോൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പ്രധാന കാരണമായത് ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ അല്ല UN ആണെന്ന് നമ്മൾ നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അതിനെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട്, അതിന് കൃത്യമായി വാണിംഗ് നൽകിക്കൊണ്ട്, ഇരുപക്ഷത്തും സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അത് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഐക്യരാഷ്ട്രസഭയാണ്. നമുക്ക് എല്ലാത്തിനും ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ക്രമസമാധാനവും മറ്റു ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നമ്മളെ കേരളത്തിൻ്റെ സർക്കാരാണ് തീരുമാനിക്കുക, അല്ലെ സർക്കാരാണ് അതിൻ്റെ കടിഞ്ഞാണിടുന്നതെങ്കിൽ, കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന അധികാരികളാണ് സർക്കാരാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങൾ ക്രമസമാധാനവും അതേപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് ചെലുത്തുന്നത് അത് നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റാണ്. അതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം വിഷയങ്ങൾ, പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തിൽ ആഭ്യന്തരം പരാജയപ്പെടുന്നത് പോലെ, നമ്മളെ കേന്ദ്രത്തിൽ നമ്മുടെ ആഭ്യന്തരം പരാജയപ്പെടുന്നത് പോലെ, നമ്മൾ അന്തർദേശീയ തലത്തിൽ ഐക്യരാഷ്ട്രസഭയും അല്ലെങ്കിൽ നിസ്സംഗത, കേരളത്തിലെയും കേന്ദ്രത്തിലെയും നിസ്സംഗത പോലെ ലോകാടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയും ഒരു വലിയ യുദ്ധം, മനുഷ്യരാശിക്ക് പോലും മാനവരാശിക്ക് തന്നെ ഭീഷണിയാകുന്ന പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, അതങ്ങ് ഫലസ്തീനിലല്ലേ, അല്ലെങ്കിൽ ലെബനോനിലല്ലേ, അല്ലെ യമനിലല്ലേ, അല്ലെങ്കിൽ ഇസ്രായേലിലല്ലേ. അത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞകാല സംഭവ വികാസങ്ങൾ മാത്രം നമുക്കത് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ചൈനയിൽ കോവിഡ് ഉണ്ടായ സമയത്ത് പല ആളുകളും ചിന്തിച്ചിരുന്നു അതങ്ങ് ചൈനയിലല്ലേ. പക്ഷെ ആ ചൈനയിലെ കോവിഡ് നമ്മുടെ നാട്ടിലെ അംഗൻവാടി അല്ലെ കുടുംബശ്രീ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെപ്പോലും, അല്ലെ ഒരു വാർഡ് അടിസ്ഥാനത്തിലുള്ള വാർഡുകളെപ്പോലും, അല്ലെ സ്വന്തം അയൽ വീട്ടുകളിലേക്ക് പോലും അത് എത്തിച്ചേർന്നു.
ഒരു പ്രവാസി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ഹോസ്പിറ്റലിൽ പോലും നമുക്ക് അനിയന്ത്രിതമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ കോവിഡ് നമ്മളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചൈനയിലുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി ലോകത്ത് എത്രത്തോളം പിടിച്ചു കുലുക്കി എന്നതുപോലെ തന്നെ നാളെ ഈ യുദ്ധം, ആണവായുധ പ്രയോഗവും മറ്റ് ആണവ ഫാക്ടറികൾക്കെതിരെയൊക്കെ ഇസ്രായേലും ഇറാനും പരസ്പരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള നമ്മളെ വാണിജ്യപരമായ എല്ലാ മേഖലകളെയും അത് ഗുരുതരമായി ബാധിക്കുമെന്ന് തലച്ചോറുള്ള ആളുകൾക്കറിയാം. പക്ഷെ കുറേ ആളുകൾ അവരവരുടെ ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടി, വിശിഷ്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, റഷ്യയും ചൈനയും മറ്റു രാജ്യങ്ങളൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ്. അവരവരുടെ ആയുധങ്ങൾ വിൽക്കാനുള്ള തിരക്കിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി പരിഹരിക്കാൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം യുദ്ധക്കൊതിയന്മാരായി കണ്ടിടത്തൊക്കെ സ്ഫോടനം നടത്തിക്കൊണ്ട് ഓരോ രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ കയറിക്കൊണ്ട്, ആഭ്യന്തര പ്രദേശങ്ങളിൽ കയറിക്കൊണ്ട്, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ കയറിക്കൊണ്ട് അവിടെയുള്ള ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പോലും കൊലപ്പെടുത്താൻ, അല്ലെങ്കിൽ അവിടെ വരുന്ന അതിഥികളെ പോലും നിഷ്കരണം കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ നമുക്ക് അമേരിക്ക അടക്കമുള്ള ആളുകൾ അതിന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനം $8.5 ബില്യൺ ഇസ്രായേലിന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ചെലവഴിക്കാൻ വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് നൽകിയിരിക്കുന്നത്, ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഫലസ്തീൻ, ലെബനോൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപാട് ഗൾഫ് രാജ്യങ്ങളുണ്ട്, സൗദി അടക്കമുള്ള, ദുബൈ അടക്കമുള്ള, അതേപോലെ ഖത്തർ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ, ബഹ്റൈൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, കുവൈത്ത്, അങ്ങനെ കണ്ട ഒരുപാട് ഗൾഫ് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊന്നും ഇത്തരം തെമ്മാടികൾക്കെതിരെ, അമേരിക്ക ഉൾപ്പെടെയുള്ള തെമ്മാടി രാഷ്ട്രത്തിനെതിരെ, യുദ്ധക്കുതിയന്മാർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, അമേരിക്കയുടെയോ ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പകരം സ്വന്തം രാജ്യത്ത് സൗദിയിൽ, ഖത്തറിൽ, ദുബൈയിൽ, മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ബഹിഷ്കരിച്ചാൽ മാത്രം തന്നെ ഈ ഒരു വിഷയം, ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ലെബനോൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇറാഖ് ഫലസ്തീൻ യുദ്ധം ഇതിനകത്ത് ഒരു തീരുമാനമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങൾ കുറ്റകരമായ മൗനമാണ് നമുക്കിവിടെ അവലംബിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇത്തരം യുദ്ധകുതിയന്മാരായ അമേരിക്കയോടും ഇസ്രായേലിനോടും നിങ്ങൾ ഇത്തരത്തിലുള്ള ലോകത്തിന് ഭീഷണിയാവുന്ന, മാനവരാശിക്ക് ഭീഷണിയാവുന്ന ഇത്തരം യുദ്ധങ്ങളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തുള്ള മിലിറ്ററി ബേസുകൾ കംപ്ലീറ്റ് പിൻവലിക്കണം, ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു മിലിറ്ററി സംവിധാനത്തെയും ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വ്യോമ പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. എന്നാൽ അത്തരം ഉപരോധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു കാലത്തിൽ ഖത്തറിനെതിരെ ഉപരോധം നടത്തിയ ഗൾഫ് രാജ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെതിരെ അത്തരം ഉപരോധങ്ങൾ കാണിക്കാനുള്ള നട്ടല്ലോ ആർജവോ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം ഉമ്മത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടോ നമുക്ക് കാണാൻ സാധിക്കില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാറ്റോ സഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ, ജർമ്മനി തുടങ്ങിയ ഇസ്രായേൽ രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ആയുധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തുമ്പോഴും പകരം ആ ഒരു നാറ്റോ സഖ്യത്തിന് പകരം മറ്റൊരു സഖ്യമുണ്ടായിക്കൊണ്ട് ലോകത്ത് സമാധാനം നിലനിർത്താൻ ഒരു ശ്രമവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് നാറ്റോ സഖ്യത്തിന് പകരം മറ്റു സഖ്യങ്ങളൊക്കെ. ഇതൊക്കെ ശരിക്കും ഉഡായിപ്പാണ്. അതായത് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഏകാധിപതികളുടെ രാജ്യത്തിൽ നിന്നും ജനങ്ങൾ വിപ്ലവം നടത്തിയപ്പോൾ ജനങ്ങൾ മുഴുവൻ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇത്തരം ഏകാധിപതികളായ ഷെയ്ഖ് ഹസീനയെ പോലെയുള്ള ആളുകളെ നാട് കടത്തിയപ്പോൾ അവർക്ക് ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നപ്പോൾ അത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ട് അവിടെയുള്ള സൗദി അടക്കമുള്ള, ദുബൈ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ അവിടെയുള്ള ജനങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ഫലസ്തീനെതിരെ യുദ്ധം നടത്തുമ്പോൾ അതേപോലെ കുറ്റകരമായ മൗനം കൈക്കൊള്ളുന്ന സൗദി, ദുബൈ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാറ്റോ സഖ്യത്തിന് പകരം മറ്റു സഖ്യങ്ങളൊക്കെ ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്നു എന്ന ഒരു ലാഞ്ചന സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഈ ജനങ്ങൾ ഇവരുടെ ഇത്തരം
ഏകാധിപത്യ സ്വഭാവത്തിനോടും അതോടൊപ്പം തന്നെ ഇത്തരം അനീതിക്ക് കൂട്ടുനിൽക്കുന്ന അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള തോന്നിവാസി രാജ്യങ്ങൾക്കെതിരെ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഇത്തരം ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ നാളെ ഒരുപക്ഷെ സമരമുണ്ടായാൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുണ്ടായാൽ അവിടെയുള്ള ഭരണാധികാരികൾ അഭയം പ്രാപിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായിരിക്കും. ബ്രിട്ടൻ അടക്കമുള്ള, ഇംഗ്ലണ്ട് അടക്കമുള്ള, അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ അടക്കമുള്ള, ജർമ്മനി അടക്കമുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം നടത്തുന്നു. ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായമില്ലാതെ, ജോർദാന്റെ അതിർത്തി പ്രദേശങ്ങളിലെ വ്യോമയാന അതിർത്തി പ്രദേശങ്ങളിൽ ഇല്ലാതെ ഇസ്രായേലിന് ഇറാഖിനെതിരെ ഒരു യുദ്ധവും നടത്താൻ സാധിക്കില്ല എന്നത് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു നഗ്ന സത്യമാണ്. അതേപോലെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിന് വിലങ്ങുതടിയായി നിന്നുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഫലസ്തീനെതിരെയുള്ള യുദ്ധത്തിലും ഇസ്രായേലിന് വെള്ളം കുടിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവരൊക്കെ കുറ്റകരമായ മൗനമാണ് പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇന്ത്യ, നമ്മൾ അറബ് രാജ്യങ്ങളുടെ ഈ ഒരു കുറ്റകരമായ മൗനം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊക്കെ തോന്നിപ്പോവും എന്തൊരു കുറ്റകരമായ മൗനമാണ്, എന്താണ് ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെയെന്ന്. നമ്മൾ ഇന്ത്യയിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളുടെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമല്ല. ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലി അമേരിക്കക്കെതിരെ കുറ്റകരമായ മൗനം എത്രത്തോളം പ്രാപിക്കുന്നു, അതേ ഒരു മൗനം തന്നെയാണ് നമ്മൾ ഇന്ത്യയിലെ അവസ്ഥയും. നമുക്കറിയാം ഇന്ത്യയിൽ പല വിഷയങ്ങളിൽ, ഇപ്പം ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ കുറ്റകരമായ മൗനമാണ് പ്രാപിച്ചത്. അതിനെതിരെ ഒരു നിയമ പോരാട്ടം നടത്തിയതും നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ഒറ്റപ്പെട്ട ബാബരി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന അവിടെയുള്ള 1, 2 അല്ലെ 10, 15 പേർ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു നിയമ പോരാട്ടം നടത്തി എന്നതിനപ്പുറത്ത്, പ്രാദേശികമായി ചില നിയമ പോരാട്ടങ്ങൾ നടത്തി എന്നതിനപ്പുറത്ത് ഇവിടെയുള്ള 900 മുസ്ലിം സംഘടനകളുണ്ട്. സുന്നികൾ ഉൾപ്പെടെ ഒരുപാട് സംഘടനകളുണ്ട്. മുജാഹിദ് ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘടനകളുണ്ട്. എന്നാൽ അത്തരം സംഘടനകൾ കോടതിയിൽ പോലും നിയമയുദ്ധം നടത്താൻ, ഐക്യപ്പെട്ടുകൊണ്ട് ഒരു നിയമയുദ്ധം നടത്താൻ വേണ്ടി തയ്യാറായ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അതിനുശേഷം ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിന് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത്തരം ഉദ്ഘാടന നിർവഹണം പോലും അത് ജനാധിപത്യത്തിനും അതോടൊപ്പം തന്നെ ഭരണഘടനയ്ക്കും എതിരാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ട് പോലും അതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാനോ ഒന്ന് റോഡിലിറങ്ങാനോ അല്ലെങ്കിൽ എല്ലാ തെളിവുകൾക്കും വിരുദ്ധമായി ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന കോടതി ഉത്തരവ് വന്ന സമയത്തും ഇവിടെയും ഒരു മുസ്ലിം സംഘടനകളും അതിനെതിരെ പ്രതിഷേധിച്ചത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തിനധികം നമ്മൾ പറയുന്നു, കേരളത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ RSS നടത്തിയിട്ടുണ്ട്. റിയാസ് മൗലവി എന്ന് പറയുന്ന കാസർഗോഡ് ചൂരിയിലെ ഒരു പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉസ്താദിനെ കഴുത്തറുത്ത് കൊന്ന സമയത്ത് പോലും ഇവിടെയുള്ള ഒരു മുസ്ലിം സംഘടനകളും തെരുവുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തിനധികം അതിനുശേഷമുള്ള നിയമ പോരാട്ടത്തിന് ശേഷം റിയാസ് മൗലവിയെ കൊന്നു തള്ളിയ RSS ക്രിമിനലുകളെ വെറുതെ വിടാനുള്ള ഒരു സാഹചര്യം കോടതി സൃഷ്ടിച്ചെടുത്തപ്പോഴും അതിനെതിരെ ഒരു മുസ്ലിം സംഘടനകളും ഒരു സമരം നടത്തിയതോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനോ അല്ലെ വേറെ എവിടെയെങ്കിലും ഒരു സമരം നടത്തിക്കൊണ്ട് അതിന് നീതി ലഭിക്കുന്നത് വരെ മുന്നോട്ട് പോയത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ മലപ്പുറത്ത് ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട്, ഫൈസൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ കൊന്നു തള്ളിയപ്പോൾ ആ ഫൈസലിന് വേണ്ടി ആരും ശബ്ദിച്ചത് നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഫൈസലിന്റെ കുടുംബം ഇന്നും ആ ഫൈസലിന്റെ കേസിൽ നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതികളൊക്കെ തിണ്ണനിരങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കാണാൻ സാധിച്ചത്. ഇവിടെ 900 മുസ്ലിം സംഘടനകൾ മലബാർ ജില്ലയിൽ തന്നെയുണ്ട്. ഒരു മുസ്ലിം സംഘടനകളും അതിനെതിരെ ആ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ നീതി ലഭിക്കുന്നത് വരെ ഒരു നിയമ പോരാട്ടം നടത്തിയത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇസ്ലാമോഫോബിയ എന്ന ഒരു വസ്തുതയ്ക്കെതിരെ മുസ്ലിം രാജ്യങ്ങൾ എത്രത്തോളം ഭിന്നിച്ചു നിൽക്കുന്നു, അതേ ഒരു വിഷയം തന്നെയാണ് ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഇസ്ലാമോഫോബിയക്കെതിരെ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളും ഭിന്നിച്ചു നിൽക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കയർ മുറുകെ പിടിക്കുക, പരസ്പരം ഭിന്നിക്കാതിരിക്കുക എന്ന് ഖുർആനിലൊരു വചനമുണ്ട്.
എന്നാൽ ആ വചനം മുസ്ലിം സമൂഹത്തിന് അല്ലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് അറിയാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കഴിവുകേടുകളെ, അറേബ്യൻ രാജ്യങ്ങളുടെ ഈ കുറ്റകരമായ മൗനം, ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ അവരുടെ കുറ്റകരമായ മൗനം ചൂണ്ടിക്കാണിക്കാൻ നമ്മളെപ്പോലെയുള്ള ഒരാൾക്ക് ഒരു ധാർമ്മികമായ ഒരു അവകാശവും ഇല്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ സംഘപരിവാരത്തെയും സയനിസ്റ്റുകളെയും ചില കാര്യത്തിൽ കണ്ടുപിടിക്കണം. സംഘപരിവാരവും സയനിസ്റ്റുകളും ജൂതന്മാരും തമ്മിൽ ഈ സംഘപരിവാരം ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ ജൂതന്മാർ ഏകദൈവ വിശ്വാസികളാണ്. എന്നാൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ, തോന്നിവാസത്തിനെതിരെ ഇന്ത്യയിലെ സംഘപരിവാരം സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാ ചാനലുകളിൽ ഏത് വാർത്തക്കടിയിലും വന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരു പൊതുശത്രുവിനെതിരെ, അനീതിക്കെതിരെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമൂഹത്തോളം ഇല്ലാത്ത ഭിന്നതകൾ പറഞ്ഞുകൊണ്ട് ഐക്യപ്പെടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഫലസ്തീൻ വിഷയത്തിൽ പോലും ഇറാൻ എന്ന രാജ്യത്തെ, ഇറാനെ പല അവസരത്തിലും ഷിയ രാജ്യം എന്ന് പറയുമ്പോൾ ഈ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള, ലെബനോൺ ഉൾപ്പെടെയുള്ള, അല്ലെ ഫലസ്തീൻ എന്ന ഭൂരിപക്ഷം സുന്നികൾ ഉൾപ്പെടുന്ന, അല്ലെ ഫലസ്തീനി സുന്നികൾ ഉൾപ്പെടുന്ന ആ ഒരു രാജ്യത്തിൻ്റെ, സുന്നികളുടെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രമാണ് മസ്ജിദുൽ അക്സ. ആ മസ്ജിദുൽ അക്സയെ സംബന്ധിച്ചിടത്തോളം അത് സുന്നികൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട ബാധ്യത. എന്നാൽ ആ വിഷയത്തിൽ പോലും ഭിന്നത പറയുന്ന, അല്ലെങ്കിൽ ഷിയാക്കൾ ഇസ്ലാം എന്ന് പുറത്താന്നൊക്കെ പറയുന്ന ചില മതസംഘടനയിലെ ആളുകളുണ്ട്. അത്തരം ആളുകൾ പോലും സുന്നികൾക്ക് വേണ്ടി ഷിയാക്കൾ നടത്തുന്ന ഐക്യദാർഢ്യം അല്ലെങ്കിൽ പിന്തുണ പോലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരം ഗുരുതരമായ മുസ്ലിം ഭിന്നതകളുടെ കാലത്താണ് ഇത്തരം ഇസ്രായേലും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് നാസ്തികരും സംഘപരിവാരവും മുസ്ലിം ഉന്മൂലനത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നിരപരാധികളെ വേട്ടയാടാൻ വേണ്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.